ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് നമ്പർ 89 ഡേ. അനുമോള് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അനുമോളെ ചുറ്റിപ്പറ്റിയിട്ടായിരിക്കും നടക്കുന്നത്. വളരെ ചുരുക്കം കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഔട്ട്സൈഡ് ദ അനുമോൾ ടെറിട്ടറി വെളിയിൽ നടക്കുന്നത്. മനസ്സിലായി? ഇതിന്റെ മെയിൻ അട്രാക്ഷൻ ആ ഒരു മണി ബോക്സിന്റെ ആ ഒരു ടാസ്ക് ആണ്. പുറത്ത് പോയിട്ട് കാറിനകത്ത് എടുത്തുകൊണ്ട് വരുന്ന ടാസ്ക്. വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യം പറയുന്നത് എപ്പിസോഡിന്റെ ഒരു പാറ്റേൺ. അല്ലാതെ അടി മഴക്കൊന്നുമില്ല. ഓരോ പ്രോബ്ലംസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. കൂടുതലും ചർച്ചാ വിഷയമായിട്ട് വരുന്നത് അനുമോള് തന്നെയാണ്. അതാ ഞാൻ പറഞ്ഞത്, അനുമോൾ ഈ ഒരു പിക്ചറിൽ ഇല്ലെങ്കിലും അനുമോൾ മ്യൂട്ട് ആണെങ്കിലും അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയെ ചുറ്റിപ്പറ്റിയാണ് കോണ്ടന്റ് എല്ലാം ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമാണെങ്കിൽ ഭയങ്കര പേടിയുണ്ട്. ഔട്ടാകുമോ നൂറയ്ക്കും ആ ഒരു കൺസേൺ ഉണ്ട്. അപ്പോൾ നൂറ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നെവിൻ പോകില്ല എന്ന് നെവിൻ പറഞ്ഞത് പോലും. അന്നേരം ആദ്യക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ ഔട്ടാകുന്നത്. മാത്രമല്ല നൂറ വേറെ കാര്യം പറയുന്നുണ്ട്, അനുമോൾ എന്നാണെങ്കിൽ ഈ ആഴ്ച പ്രത്യേകിച്ചൊന്നും സംസാരിക്കുന്നില്ല. അവിടെ നമ്മുടേതായിട്ട് പുറത്തൊന്നും പോകുന്നില്ല. അവിടെ മിണ്ടാതിരിക്കുകയാണ്. അങ്ങോട്ട് എന്തൊക്കെയോ ചെയ്യുന്ന അല്ലാതെ വേറൊന്നും അനുമോൾ ഇവിടെ ചെയ്യുന്നില്ല. മീൻസ് അനുമോൾ പോകാൻ സാധ്യതയുണ്ട് എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് നൂറ പറയുകയാണ്. പക്ഷേ നൂറ അറിയുന്നില്ല പുറത്തോട്ട് വരുന്ന ഈ ടോക്കും കാര്യങ്ങളൊക്കെ ഇവരിപ്പോ സംസാരിക്കുമ്പോൾ തന്നെ അതിനകത്ത് അനുമോളാണ് കയറി വന്നിരിക്കുന്നത്. ഇപ്പൊ രാത്രി ആദ്യം അക്കൗണ്ട് സംസാരിക്കുന്നുണ്ട്, അവിടുത്തെ ടോപ്പിക് അനുമോള്. രണ്ട് ബേബിമാര് മാറി സംസാരിക്കുന്നുണ്ട്, അവിടുത്തെ ടോപ്പിക് അനുമോള്. നെവിൻ കിച്ചണിൽ കുക്ക് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഒരു തരത്തിലുള്ള വിഷ്വൽസും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കോണ്ടന്റും കിച്ചണിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ടില്ല. ഇന്നലത്തെ ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾ മാത്രമല്ലാതെ വേറെ ഒന്നും പുറത്തോട്ട് വന്നിട്ടില്ല. അതും ജസ്റ്റ് ഒന്ന് കാണിച്ചു വിട്ടതേ ഉള്ളൂ. പക്ഷെ ഇന്ന് അനുമോള് കിച്ചണിലോട്ടൊന്ന് കയറി രണ്ട് വെളുപ്പിൽ ചതക്കിട്ടപ്പോഴത്തേക്ക് അവിടുന്ന് കോണ്ടന്റ് പുറത്തോട്ട് വന്നു. അപ്പൊ അനുമോളുടെ ഒരു സൂപ്പർവൈസിംഗ് പറഞ്ഞ ഇതാണ് പിടികിട്ടി. അപ്പൊ ഇന്ന് നടന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. എല്ലാ ദിവസവും ഇടയ്ക്കിടയ്ക്ക് അറിയത്തില്ല, ഇടയ്ക്കിടയ്ക്ക് എന്തായാലും കാണുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത് കഴിഞ്ഞ് അനുമോള് മനീഷിനോട് സംസാരിക്കുകയാണ്. പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് അനുമോൾ പോകുമ്പോൾ നല്ല രീതിയിൽ വർക്കൗട്ട് ആവുന്നുണ്ട്. അനുമോൾക്ക് ഒരു തണലായിട്ട് അനീഷ് എപ്പോഴും ആ ഒരു വീട്ടിൽ ഒരു വിളക്കായി ഉദിച്ചു നിൽക്കുന്നുണ്ട്. ഈ ഒരു കോംബോ അനീഷിന്റെ ഗെയിമിനെ പോസിറ്റീവായിട്ടാണോ അതോ നെഗറ്റീവായിട്ടാണോ ബാധിക്കുന്നതെന്ന് വലിയ സംശയമാണ്. ഒരു കാര്യം എന്തായാലും കുറയും, ഈ അനുമോളുടെ ഫാൻസ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി അനീഷിനെയാണ്. അപ്പൊ ആ ഒരു അറ്റാക്ക് ഒന്ന് കുറയാൻ സാധ്യതയുണ്ട്. ഇത് ഗെയിമിനെ അല്ലെങ്കിൽ വോട്ട് മറിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ സംശയമാണ്. അനുമോൾക്ക് പാല് കൊടുക്കുകയാണ്. 2 ദിവസം അതുപോലെ ക്ഷമിച്ചുകൂടെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് കിച്ചണിൽ നൂറയും അനീഷും അനുമോളും കൂടെ കാര്യങ്ങൾ ചെറിയ ചെറിയ കോമഡികളൊക്കെ പറഞ്ഞ് രണ്ടുപേരെയും സന്തോഷിപ്പിച്ചെന്ന് അനുമോൾ ഉടനെ പറയും, ഞാൻ വാ തുറന്നാൽ മാത്രമേ പിയാദോൾക്ക് കട്ട് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് സാധനം കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞില്ല. ഇത് കഴിഞ്ഞാണ് മറ്റേ മണി ടാസ്ക് കൊടുക്കുന്നത്. അതിനകത്ത് പങ്കെടുക്കാൻ വേണ്ടി നെവിൻ ആദ്യമേ ചാടി കയറി വരുന്നുണ്ട്. നെവിന്റെ അടുത്ത് പറയും
വലിയ ഒരു ഇതിൽ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ അക്ബറും ചാടി എണീക്കുന്നുണ്ട്, അനുമോളും ചാടി എണീക്കുന്നുണ്ട്. ലൈവിനകത്ത് ഇവർ ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് കാറൊക്കെ ഒരുപാട് ദൂരെയാണ് ഇട്ടേക്കുന്നത്. ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾക്ക് പോയി എടുത്തിട്ട് വരാം, അത്ര ദൂരം മാത്രമേ ഉള്ളൂ, ആ 1 മിനിറ്റിനുള്ളിൽ വരാൻ പറ്റുന്ന അത്ര ദൂരം മാത്രമേ ഉള്ളൂ എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് പൈസ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു മിനിറ്റ് കയറിയാൽ മതി, പൈസ എടുത്തില്ലെങ്കിൽ എടുത്തില്ലെന്നേ ഉള്ളൂ. അപ്പോഴാണ് അനുമോൾ ചാടി എണീക്കുന്നത്. വേറൊരു അറിയിച്ചാൽ അനുമോൾക്ക് ഈ ഒരു ഹൗസിൽ നിൽക്കാൻ തീരെ താല്പര്യമില്ല, ഈ ഒരു ടാസ്കിനകത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എവിക്റ്റ് ആകുമെന്ന് അറിയാം, അത്രയും റിസ്ക് എടുത്തിട്ടാണ് അനുമോൾക്ക് നിൽക്കാൻ തീരെ താല്പര്യമില്ല, അത്രയും റിസ്ക് എടുത്തിട്ടാണ് അനുമോൾ ആ ഒരു ടാസ്കിനകത്ത് പങ്കെടുക്കാൻ വേണ്ടി പോയത്. കാർ അടുത്താണോ ദൂരെയാണോ എന്നൊന്നും അറിയാതെയാണ് അനുമോൾ ആ ഒരു ടാസ്കിനകത്ത് പങ്കെടുക്കാൻ വേണ്ടി പോയത്. അതിലെ അക്ബർ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ഇരുന്നവരാണ് എന്നുള്ള രീതിയിലൊക്കെ ഒരു നറേഷൻ വരുന്നത് കണ്ടു. അക്ബർ പണപ്പെട്ടി എടുക്കുന്നില്ലെന്ന് അക്ബർ ഓൾറെഡി പറഞ്ഞ കാര്യം. ആദിലെ പണപ്പെട്ടി എടുക്കുന്നത് ആദില പറഞ്ഞു, അനുമോൾ പണപ്പെട്ടി എടുക്കുന്നത്. പക്ഷെ ഈ ഒരു ടാസ്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, പിന്നെ മുന്നോട്ട് വരാൻ ഒരു ധൈര്യം വേണം. അത് അനുമോൾ കാണിച്ചു, അത് സംഭവം ശരിയാണ്. ഇത്രയും ടാസ്ക് ചെയ്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള വ്യക്തികളാണ് ഈ പണിപ്പുരയിൽ പോയി ടൈം മാനേജ്മെന്റ് കൃത്യമായിട്ട് അറിയാം. അവർ ആദ്യമായിട്ടല്ല 15 സെക്കൻഡ് 30 സെക്കൻഡ് 20 സെക്കൻഡ് ടാസ്ക് എത്രയോ ടാസ്കുകൾ അവർ പണിപ്പുരയിൽ പണിപ്പുരയിൽ പരാജയപ്പെടുന്ന പോലെ പണിപ്പുരയാണോ പണിതുണ്ടാവും മനസ്സിലാവും. അപ്പൊ ഈ ഒരു ടാസ്കിനകത്ത് പോയിട്ട് തിരിച്ചു വരാൻ പറ്റുമെന്ന് ഉറപ്പുണ്ട് അവർക്ക്. പൈസ കിട്ടില്ലെന്നേ ഉള്ളൂ, ഉള്ളത് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. സോ അതുകൊണ്ടാണ് ആ ഒരു ടാസ്ക് ഏറ്റെടുക്കുന്നത്. അല്ലാതെ അനുമോൾക്ക് ഈ ഒരു ഹൗസിൽ വിട്ട് അങ്ങ് പോകാൻ വേണ്ടിയിട്ടുള്ള പുതിയ കാരണം അല്ലെങ്കിൽ അവിടുത്തെ ജീവിതം എടുത്തിട്ടൊന്നുമല്ല. അനുമോൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്, അത് കംപ്ലീറ്റ് ചെയ്യാൻ പോവുക, അതാണ് പറയുന്നത്. ഇന്നലെ കൺഫെഷൻ റൂമിൽ പോയിട്ട് വിഷമത്തിന്റെ പുറത്ത് എനിക്ക് ഇവിടുന്ന് പോയാൽ മതി, എന്നെ വോട്ട് ചെയ്യരുതെന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. ഇതൊക്കെ അനുമോളുടെ ഒരു ഇതാണ്. വോട്ട് ചെയ്യരുതെന്ന് പറയുമ്പോഴത്തേക്ക് അന്ന് ഞങ്ങൾ നിന്നെ വോട്ട് ചെയ്താൽ നിർത്തുടി എന്ന് പറയുന്ന ഒരു സ്വഭാവം മലയാളികൾക്കുണ്ട്. ഇതൊക്കെ അത്രേ ഉള്ളൂ. അല്ലാതെ അനുമോൾ ജീവിതം എടുത്തിട്ട് ടാസ്ക് ചെയ്യാൻ പോയൊന്നുമല്ല കേട്ടോ. ഈ ടാസ്ക് ഞാൻ ഓൾറെഡി ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ കാണിച്ച സമയത്ത് ഞാൻ പറയാത്ത കുറച്ച് വശങ്ങൾ ഞാൻ പറയാം. വശങ്ങളല്ല, ഞാൻ നോട്ടീസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറയാം. ഒന്ന്, ഇവരെ ആദ്യം ഓടി അക്ബറാണ് ഈ ഏറ്റവും ബാക്കിൽ നോക്കാന്ന് പറയുന്നത്. ഇവര് പ്ലാൻ ചെയ്തിട്ടാണ് അനുമോള് ഫ്രണ്ടിൽ നോക്കാം, അടുത്ത് നോക്കാം, അക്ബർ എവിടേക്ക് നോക്കാം എന്ന് പ്ലാൻ ചെയ്തിട്ടാണ്. പക്ഷെ താഴെ അതാണ് ഇരിക്കുന്നതെന്ന് അറിയാം, എവിടെയൊക്കെ നോക്കണമെന്ന് കൃത്യമായിട്ട് ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അക്ബറിന് ഇനി കാർ ഓടിക്കുന്ന വ്യക്തിയായിരിക്കും, അതിനകത്ത് എവിടെയൊക്കെ എന്തൊക്കെ സാധ്യതയുണ്ടെന്ന് ഒരു രീതിയിൽ പ്ലാൻ ചെയ്യാനായിട്ട് അതിനുള്ള സമയം ആവശ്യപ്പെടുന്നുണ്ട്. എവിടെ പറയാം ഡാഷ്ബോർഡിനകത്ത് നോക്കണം, ഒരു ഷെയ്ഡ് അതിനകത്ത് നോക്കണം, ഉൾഭാഗത്ത് നോക്കണം, താഴ്ഭാഗത്ത് നോക്കണം, സീറ്റിനകത്ത് സിറ്റ് കാണുമ്പോൾ അങ്ങനെയൊക്കെ സ്ഥലങ്ങൾ പറഞ്ഞിട്ട് ഇവർക്ക് അത് പ്ലാൻ ചെയ്തിട്ട് പോകാൻ. ഇവർ ആ കൂടി ചെയ്ത പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 കൂടെ പോകാം, അനുമോൾ ഫ്രണ്ടിൽ നോക്കും, ആദില ബാക്ക് നോക്കും, ഡിക്കി ഭാഗത്ത് അക്ബർ നോക്കും. ഇതാണ് ഇവർ ആ കൂടി ചെയ്ത പ്ലാൻ. എന്നിട്ട് ഉറക്കെ ഒരാൾ കൗണ്ട് ചെയ്യണം, 1 2 3 4 എന്ന് കൗണ്ട് ചെയ്യണം എന്ന് പറയുന്നിട്ടാണ് പോകുന്നത്. പ്ലാൻ ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു ഗുണം ഉണ്ടായിരുന്നു, കാണിച്ചു തരാം. ഇത് കണ്ടോ, ആദില ഇവിടെ ഇരിക്കുകയാണ്, ആദില ഇവിടെ എല്ലാം നോക്കുകയാണ്. ഈ സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ മേളിൽ ഒരു 20,000 രൂപയുണ്ട്. മൊത്തം 4 ലക്ഷം രൂപയാണ്. 20,000 രൂപയുടെ 20 കെട്ടാണുള്ളത്. കമന്റ് ബോക്സിൽ ഞാൻ കണ്ടു 25,000 രൂപയുടെ കെട്ടാണെന്ന്. ഇടാ കഴുത 25,000 ഒന്നല്ല, 20,000ത്തിന്റെ കെട്ടാണ് കേട്ടോ. ഈ ഇത് ആദില അവിടെ കിടന്ന് അത്രയും പരിധി ഇട്ടും ആ മേളിൽ ഇരിക്കുന്ന ആ ഒരു കെട്ട് ആദില കാണത്തില്ല. അത് അവസാനം ആരെങ്കിലും എടുത്തോന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു അനുമോൾ മേബി എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അനുമോൾ അത് കണ്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഹൗസ് മേറ്റ്സിനെ കാണിക്കുമ്പോൾ അനീഷ് ഭയങ്കര പ്രാർത്ഥന, ബാക്കി എല്ലാവരും എന്റെ ടിവിയിൽ ടൈമർ നോക്കി നിൽക്കുകയാണ്. അനീഷ് കണ്ടു ഭയങ്കര പ്രാർത്ഥന അനീഷോടെ. സ്റ്റിൽ ആദ്യം അവിടെ എല്ലാം നോക്കുന്നുണ്ട്, മറ്റേത് കാണുന്നില്ല. ഇവർ ഉറക്കെ കൗണ്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ എല്ലാം നോക്കിയിട്ട് ഒരു 10-40 സെക്കൻഡ് ആവുന്നതിന് മുമ്പ് തന്നെ ഇവര് തിരിച്ചു ഓടി വരികയാണ്. ഓടി തിരിച്ചു വന്ന് കയറുന്നുണ്ട് എല്ലാം. നമ്മുടെ ഇവർ മൊത്തം കൂടെ കളക്ട് ചെയ്യുന്നത് 11 ബണ്ടിലാണ്, 11 കെട്ടാണ് ഇവർ മൊത്തം കൂടെ കളക്ട് ചെയ്യുന്നത്. അക്ബർ പറയുന്നുണ്ട് അക്ബർ 4 കെട്ടാണ് എടുത്തത്. അനുമോൾ ഓൾറെഡി
വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. വലത്തെ കയ്യിൽ ഒരെണ്ണവും ഇടത്തെ കയ്യിൽ 6 എണ്ണവും ഇരിപ്പുണ്ട്. അപ്പൊ ആ ഒരു സംശയം ഈ കമന്റ് ഇട്ട ആരെങ്കിലും മാറി കാണുമല്ലോ. ഏതോ അക്ബറിന്റെ PR എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും വന്നിട്ട് ഡയലോഗ് അടിക്കുന്നുണ്ട്, എന്തായാലും ആവട്ടെ. അങ്ങനെ 2,20,000 രൂപ കളക്ട് ചെയ്യുന്നുണ്ട്. 4 ലക്ഷം രൂപയായിരുന്നു വെച്ചിരുന്നത്. സോ ഇത് പ്ലാനിങ് ഇവർ 3 പേരും കൂടെ ഷെയർ ഇടുക എന്നുള്ളതാണ് പ്ലാനിങ്. എത്ര കിട്ടിയാലും ഡിവൈഡ് ബൈ 3 എന്നുള്ള ഒരു രീതിയിലാണ് അവർ ആ ടാസ്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഇതിന്റെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഒരു തമ്മിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ക്യാപ്ഷൻ ഇങ്ങനെയായിരുന്നു കൊടുത്തിരുന്നത്, അനുവിനെ ആദിലേക്ക് വെച്ച അനുഭവം ക്യാഷ് വേണം. ഇത് പറയാൻ ഒരു റീസൺ ഉണ്ട്. പക്ഷെ ആ വീഡിയോ പറഞ്ഞു ഞാൻ ലൈവ് കാണുന്നത് നിങ്ങൾ ലൈവ് കാണുന്നതല്ല. പ്ലാൻ ഇടുകയും ചെയ്തു 3 പേർക്കൂടെ ഷെയർ ചെയ്യാമെന്ന്. എന്നാൽ ഇത്രയും പൈസയും കിട്ടിയപ്പോൾ ഇനി ഇതിനകത്ത് ഷെയറും കൊടുക്കണമല്ലോ എന്നിങ്ങനെ കളിയായിട്ട് ഷാനവാസ് പറയും. ഈ ഷാനവാസ് ഇത് പറയുന്ന ആ ഒരു മൊമെന്റിൽ 100 എവിടെ നിന്നിട്ട് പറയുന്ന ഒരു ഡയലോഗ് അങ്ങനെ തന്നെ വേണം കൈനിരിപ്പിന് അതാ കിട്ടേണ്ടിയെ എന്നാണ് 100 പറയുന്നത്. അനുമോൾ എടുത്തോണ്ട് വന്ന ക്യാഷ് ആദിലേക്കൂടെ അവകാശപ്പെട്ടതെന്ന് അവര് പ്രകാരം ആദ്യം 20,000 രൂപ എടുത്തിട്ടുണ്ട്. എന്നാൽ ആദിലേക്ക് 73,000 രൂപ ഇൻക്ലൂഡിംഗ് ടാക്സ് കിട്ടുന്നതാണ്. 73,000 രൂപ ഈക്വലായിട്ട് വിഭജിക്കുമ്പോൾ കിട്ടും. അതിന്റെ ഒരു മാന്യത അവിടെ കാണിക്കാൻ തുടങ്ങി. ഇപ്പൊ അവിടെ പൈസയും വേണം, അവളെ കുറ്റം പറയുന്നത്. ഇതാണ് ഇപ്പൊ 100 അവിടെ ചെയ്ത പരിപാടി. പിടികിട്ടി അങ്ങനെ തന്നെ വേണം. ഇവിടെ കയ്യിലിരിപ്പിന് അത് തന്നെ വേണം. സോ ഞാൻ ആ ഒരു തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ആ ഒരു ക്യാഷ് കിട്ടൽ എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല. ഞാൻ അറിഞ്ഞുകൊണ്ടിരുന്നതാണ്. ഞാൻ ആ ഒരു കാര്യം ആ ഒരു വീഡിയോ എന്ന് പറയാൻ പറ്റും. കുറെ ആൾക്കാർ ആ വീഡിയോയുടെ ക്യാപ്ഷനെ കുറ്റം പറയുന്നത്. ഞാൻ ഈ ഒരു സംഭവം കേട്ടോണ്ടാണ് ഞാൻ ആ ഒരു സാധനം എടുത്തത്. ഓക്കെ, ഓരോ ടീംസൊക്കെ അടിച്ചു വിടുന്ന തമിഴിലെ ക്യാപ്ഷന്റെ ഞാൻ ഇവിടെ പറഞ്ഞു വിടാറുണ്ട്. അനീഷിന് ബിഗ് ബോസ് വീട് വിട്ട് പോകാൻ വയ്യ, ഭയങ്കര വിഷമം. എന്റെ പൊന്ന് ബിഗ് ബോസ് അവിടെ കാണാൻ വിളിച്ചിട്ടേ കള്ളം എഴുതണ സാധ്യതയില്ല. ഒരു 50% ചിലപ്പോൾ വോട്ട് മേടിച്ച് അനുകൂലം അനീഷിനെ കിട്ടും ഒരു 30%. ബാക്കി എല്ലാവരും കൂടെ 20% കൂടി. ഇതായിരിക്കും നടക്കാൻ പോകുന്നത്. ഇത് കണ്ട് ഷാനവാസ് അവിടെ ഇരുന്ന് അനീഷിനെ ട്രോളുന്നുണ്ട്. ഷാനവാസും അനീഷാണ് അവിടെ ഏറ്റവും രാവിലെ എണീക്കുന്നത്. ഷാനവാസ് പറയുന്നുണ്ട്, നേരം വിളിച്ച ഞാൻ ഇവിടുന്ന് എണീറ്റ് വരുമ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്ന കിളികളോടും അണ്ണാനോടും പെയിന്റിന്റെ ടിന്നിനോടും വരെ അനീഷ് അവിടെ കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ രാവിലത്തെ ഈ പരിപാടി കാണുക മനസ്സിലാവും. കറക്റ്റ് കാര്യമാണ് ഷാനവാസ് പറഞ്ഞത്. ഒരു മിനിറ്റ് ഞാൻ ഫയൽ ഉണ്ടെങ്കിൽ ഇപ്പൊ കാണിച്ചത്. ഇത് കണ്ടോ, രാവിലത്തെ അനീഷിന്റെ പരിപാടിയാണ് ഈ നടക്കുന്നുണ്ടോ. നെവിനെ ട്രോളുന്നുണ്ട്, അനീഷിനെ ട്രോളുന്നുണ്ട്, അനുമോളെ കളിയാക്കുന്നുണ്ട്. എന്നിട്ട് ഏറ്റവും അവസാനം ഇപ്പോഴത്തെ നിലവിലുള്ള എമൗണ്ട് കാണിക്കുന്നുണ്ട്. 43,210,000 രൂപയാണ് ഇപ്പൊ നിലവിൽ വിജയിക്ക് ലഭിക്കാൻ പോകുന്ന പ്രൈസ് മണി. ഓൾമോസ്റ്റ് ഒരു 7 lakh rupees കുറഞ്ഞിട്ടുണ്ട്. 4
ഒരു ദിവസം കൂടെ വെച്ച് ഒരു ടാസ്ക് കൂടെ കൊടുത്ത് മിക്കവാറും അതൊരു 3 ലക്ഷം രൂപയുടെ ഒരു ടാസ്ക് കൂടെ കൊടുത്ത് ഇതൊരു 40 ലക്ഷം റൗണ്ട് ആക്കാനുള്ള പരിപാടിയാണോ ഇവരിനി ചെയ്യാൻ പോകുന്നത്? നാളെ കാണാൻ ചിലപ്പോ ഒരു മണി ബോക്സ് വെച്ച് അതിലേക്ക് പറഞ്ഞിട്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് അനുമോള് കിച്ചണിൽ കയറി കുക്ക് ചെയ്യുന്നുണ്ട്. അന്നേരം അക്ബറിനെ അങ്ങോട്ട് പിടിക്കുന്നില്ല. അന്നേരം അക്ബർ അത് ചോദ്യം ചെയ്യുന്നുണ്ട്, നീ കിച്ചണിൽ ഇറങ്ങി പോയതല്ലേ, ഇപ്പൊ നീ പിന്നെന്തിനാണ് കിച്ചണിൽ കയറി കുക്ക് ചെയ്യുന്നത് ചോദിക്കുന്ന സമയത്ത് നെവിൻ ഇടയ്ക്ക് കയറി ഇടപെടും. അക്ബറെ മതി എന്നുള്ള രീതിയിൽ അനുമോള് തന്നെ അവിടെ സാധനമൊക്കെ ഇടിച്ച് വെളുത്തുള്ളി പൊക്കി ഇടുന്ന ഷാനവാസിന്റെ കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അനുമോളെ നീ നീ എന്താണ് ഈ ചെയ്യുന്നത്? ഇത് കഴിഞ്ഞ ശേഷം നെവിനും സാബുവും തമ്മിൽ ചെറിയൊരു സംസാരം. സാബു ചോദിക്കാതെ നെവിൻ കിച്ചണിൽ കയറി സാബുവിന് ഇഷ്ടപ്പെട്ടില്ല. അതിനെപ്പറ്റിയുള്ള സംസാരമാണ്. സാബുവിനാണെങ്കിൽ നെവിനെ ഇഷ്ടമല്ല, നെവിൻ അങ്ങോട്ട് തന്നെ അത് തന്നെ. ഇതിനുശേഷം ഷാനവാസും സാബുവും തമ്മിലുള്ള ഒരു സംഭാഷണം. ഇത്രയും കാലം സാബു അവസാനം വരെ വന്ന പലരും. പക്ഷെ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടിട്ടുണ്ട്. ഇത് ഇവൻ ഒന്നും കാട്ടിക്കൂട്ടുന്നില്ല. ഇവരിപ്പൊ കിട്ടുന്ന സ്ക്രീൻ സ്പേസ് തന്നെ ഇത് വേറെ ആരും ഇല്ലാത്തതിന്റെ പേരിൽ, വേറെ ആരും അവിടെ കോണ്ടന്റ് കൊടുക്കാത്തതിന്റെ പേരിൽ കിട്ടുന്ന സ്ക്രീൻ സ്പേസ് ആണ്. ആദ്യം മനസ്സിലാക്കണം. അതിന്റെ അകത്ത് വേറെ എന്തെങ്കിലും നല്ല കോണ്ടന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും പുറത്തോട്ട് വരൂല. ലൈവിൽ പോലും ചിലപ്പോ ഒന്നും കാണിക്കത്തില്ല. ഇവിടെ കുറച്ചു പേർക്ക് ഞാൻ ആർക്കൊന്നും ഷാനവാസ് അത്ര പിടിക്കുന്നില്ല. ഇവിടെ നമുക്ക് വലുതായിട്ടൊന്നും പിടിക്കുന്നില്ല. ഇങ്ങനെ വെറുതെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും. സത്യമായിട്ടും എന്റെ മറ്റേ പരിപാടി തന്നെയാണ് പാത്രം വെച്ചിട്ട് അത് മോനെ അവൻ മാത്രമേ നിന്നെ കൊട്ടാറുള്ളൂ. അതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ തോന്നുന്നത്. വേറെ ആരും നിനക്ക് അങ്ങനെ വഴക്കിനോ എന്തെങ്കിലും മോൻ കരുത്ത് പറയാനോ ഒന്നും പോകാറില്ല. നിവിൻ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും രീതിയിൽ കളിയാക്കാനോ ഏതെങ്കിലും രീതിയിൽ ഇവനെ 4 കൊട്ട് കൊട്ടുന്നത്. അത് അവൻ ബാക്കിയുള്ളവരടുത്ത് കൊട്ടുന്നതിന്റെ ഒരു 100-1 ഉള്ളൂ ഇവന്റെ അടുത്ത് കാണിക്കുന്നത്. അതുപോലും അവനെ കൊണ്ട് പറ്റുന്നില്ല, താങ്ങാൻ പറ്റുന്നില്ല. ഇതിനെ കൊണ്ട് പടക്കൂലത്, ഇതിനെ കൂടുന്ന പരിപാടിയില്ലത്. ഷാനവാസിന്റെ അടുത്ത് കുറെ മണ്ടത്തരം പറയുന്നുണ്ട്, പ്രാസത്തിന്റെ കഥ പറഞ്ഞ് കുറെ മണ്ടത്തരം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നേരെ അക്ബറിനാണ് പോയി വിടുന്നത്. അക്ബർ കേരളത്തിൽ എത്ര ജില്ലയുണ്ടാവും? ഇവനവിടെ ഇരുന്നിട്ട് ഇവൻ പറയാം തലശ്ശേരി, കായംകുളം, എന്നാ മോനെ കേരളത്തിൽ ജില്ലയായിരുന്നു. ഒരു മോനും ധൈര്യം അറിയാത്ത ഒരു കഴിഞ്ഞിട്ട് നമ്മുടെ അനുമോൾ ആൻഡ് അനീഷ് അത്രമാത്രം ഈ ജീവിതത്തെ സ്നേഹം അടികൂടി ലൈഫ് പഠിക്കാൻ ശ്രമിക്കുവാണോ ഒരു നിമിഷം എനിക്ക് തോന്നിപ്പോയി. പക്ഷെ ഇവര് തമ്മിൽ അങ്ങനെയുള്ളതൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. എന്നാലും ചില സമയത്ത് അനീഷ് ഓവർ കെയറിങ്, ആരെടുത്തും ഇല്ല
കിട്ടുന്നത്. അതിനകത്തുനിന്ന് പുറത്തോട്ട് ചാടാനായിരിക്കും നോക്കുന്നത്. അനീഷ് പറയുന്നത് അതിന്റെ അകത്താണ് അനീഷിന് ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടുന്നത്, അതുകൊണ്ട് അനീഷിന് പുറത്തോട്ട് പോവാനേ തോന്നുന്നില്ലെന്ന്. അപ്പൊ ഇവൻ പറയുന്നത് ഇവന്റെ വീട്ടിലുള്ള അച്ഛൻ, അമ്മ, അനിയൻ ഇവരൊന്നും ഇവന് സ്നേഹം കൊടുക്കുന്നില്ല, ഇവരൊക്കെ ഉണ്ടായിട്ടും അവൻ ഒറ്റപ്പെട്ടാണ് ജീവിച്ചിരിക്കുന്നത്. സോ പുറത്ത് സ്നേഹമേ ഇല്ല. അപ്പൊ അകത്ത് വന്നപ്പോ സ്നേഹം കിട്ടുന്നുണ്ട്. അനീഷിന് എന്തൊരു സ്നേഹമാണ് അതിന്റെ അകത്ത് കിട്ടുന്നത് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതിന്റെ അകത്ത് പിടിച്ച് നിൽക്കാൻ വേണ്ടി മാത്രം എന്തൊരു സ്നേഹമാണ് അതിനകത്ത് കിട്ടുന്നതൊക്കെ മനസ്സിലായിട്ടില്ല. പണ്ടൊക്കെ നമ്മള് പഠിക്കുന്ന സമയത്ത് ക്ലാസ് പോകാൻ താല്പര്യമില്ലെങ്കിലും നമ്മൾ ചെന്ന് എല്ലാ ദിവസവും ഇവളെ കാണാൻ വേണ്ടി നേരെ നമ്മളെ ബുക്ക് ചെയ്തിട്ടുണ്ട് വരുന്നു. എന്റെ കാര്യമല്ല, പിള്ളേരുടെ കാര്യമാണ് പറഞ്ഞത്. ഓ ബെസ്റ്റ് വരുന്നോ നമ്മുടെ നിഷ്കളങ്കമായിട്ടുള്ള കാലഘട്ടത്തിലെ കാര്യമാണ്. അത് ക്ലാസ്സിലോട്ട് അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് നമുക്കുള്ള ഒരു പ്രചോദനം. അതായത് കഴിഞ്ഞു പോകുമ്പോഴൊക്കെ ഭയങ്കര വിഷമമാണ്. കഴിയില്ല ചില സമയങ്ങളിൽ നമ്മൾ ഏതാണ്ട് അതുപോലത്തെ ഒരു സാധനമാണ് എനിക്കിവിടെ അനീഷിന്റെ ഡയലോഗടി പണ്ടൊക്കെ 10ാം ക്ലാസ്സിൽ പെൺപിള്ളേരെ വിളിക്കാൻ വേണ്ടി അടിച്ചിരുന്ന ഡയലോഗ് ഇയാൾ ഇപ്പോ ഇറങ്ങിക്കൊണ്ടിരിക്കുക. പുറത്ത് ഭയങ്കര ലോൺലിനെസ്. ഇതിന്റെ അകത്ത് വന്നപ്പോഴാണ് ഞാൻ സ്നേഹം എന്താണെന്ന് മനസ്സിലായത്. എനിക്ക് സ്നേഹം കിട്ടാൻ തുടങ്ങി. സ്നേഹം കിട്ടുന്ന സ്ഥലത്ത് എനിക്ക് പോകണ്ട. 1000 ദിവസമാണെങ്കിലും ഞാനിപ്പോൾ അനുഭവം തന്നെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്. അതിനോട് ചോദിക്കുന്നത് എന്റെ പൊന്നനീശ, നിന്റെ നമ്പറാണെങ്കിൽ അനീശ ഇതൊന്നും പറയണ്ട. നീ വേറെ ലെവലിൽ നടക്കും. നീ അഭിനയം അറിയില്ല എന്ന് പറഞ്ഞിട്ട് വേറെ ലെവൽ ആക്ടിങ് കാണിക്കുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കണ്ടു കഴിഞ്ഞാൽ അട്ടർ ഫേക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. നുള്ളിന്ന് വരുന്നൊന്നുമല്ല. എന്റെ അവസാനം ആയപ്പോഴത്തേക്കാണ് നൊക്ലാഞ്ചി ഇറങ്ങിയിട്ട് ആളുകളെ നാലിലേക്ക് ശ്രമിക്കുക. അനീഷിന്റെ ഏറ്റവും അവസാനത്തെ കുഴിക്കടകൻ ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇതൊന്ന് കേട്ടോ. ഓക്കെ, ടാസ്ക് എല്ലാവർക്കും ബലൂൺ കൊടുത്തിട്ട് അത് പൊട്ടാതെ നോക്കണം, എന്നിട്ട് ബാക്കിയുള്ളവരുടെ പൊട്ടിക്കണം. അനുമോള് നാട്ടാ ബലൂൺ എടുത്ത പാമ്പാഴ അടിയിലോട്ടും കയറ്റി. കണ്ടില്ലേ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്. ബോളിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. എന്താണെങ്കിലും ഏറ്റവും അവസാനം എല്ലാവരുടെയും കുത്തിപ്പൊട്ടിച്ച് ഷാനവാസാണ് ആ ഒരു ഗെയിമിൽ വിജയിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് വേറൊരു പരിപാടി നണ്ടേ, നൂറയ്ക്ക് എന്തോ സാധനം വാരി കൊടുക്കാൻ വേണ്ടിയിട്ട് അനുമോൾ ശ്രമിക്കുന്നു. വായിലോട്ട് വെച്ച് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. നെവിനും ഷാനവാസും അവിടെ നിർബന്ധിക്കുന്നുണ്ട്. നൂറ കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. എന്നിട്ട് ഏറ്റവും അവസാനം അത് കഴിക്കുന്നുണ്ട്. അനുമോള് കൊടുക്കുന്നത് കഴിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നൂറയും ആദിലയും കൂടെ ഇരുന്ന് അനുമോളെ പറ്റി സംസാരിക്കുന്നുണ്ട്. അനുമോള് ക്യാമറ സ്പേസിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ടാണോ എന്താണ് ഈ ചെയ്തു കൂട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ നൂറ കംപ്ലീറ്റ്ലി അനുമോളുടെ അടുത്ത് അങ്ങ് ഡിറ്റാച്ച്ഡ് ആയ പോലാണ്. കാര്യം നൂറ അനുമോൾ അല്ലെങ്കിൽ അനു എന്ന് പോലും പറയുന്നില്ല. നൂറ അഭിസംബോധന ചെയ്യുന്നത് ആ വ്യക്തി നമ്മളോട് സംസാരിക്കാൻ പോലും വരുന്നില്ല. ആ ഒരു രീതിയിലാണ് നൂറ നിൽക്കുന്നത്. പിടികിട്ടിയ എല്ലാം അപ്പ കാണുന്നവൻ അപ്പാന്ന് വിളിക്കുന്ന ടീംസ് ആയിട്ട് നമുക്ക് ഇവറ്റകളെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. നാളെ ഇവരെല്ലാവരും ഒന്നാവും. പിന്നെ ഇവരുടെ പേര് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്ത് അടിയിട്ടുകൊണ്ടിരിക്കുന്ന ടീംസ് ഊളകളും ആവും. അതുകൊണ്ട് എല്ലാം അട്ടർ ഫേക്ക് ആണ്. പിന്നെ രാത്രിയിൽ നെവിനും ആദിലയും കൂടെ പാല് കാച്ചി അല്ലെങ്കിൽ എന്തോ ചായ എന്തോ ഇടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അടുക്കളയിൽ പോയി കട്ടെടുത്ത് കുടിക്കുകയാണ്. നെവിനും ആദിലയും ഭയങ്കര ടെൻഷൻ. രണ്ടുപേർക്കും പോകുവോ. സാബുന് ഇത് ഒരു ടെൻഷനും ഇല്ല കേട്ടോ, ഒരു കുരുവില്ല. സാബുന് പോകില്ലെന്ന് ഭയങ്കര കോൺഫിഡൻസ് ആണ്. പക്ഷെ നെവിനും ആദിലയ്ക്കും ടെൻഷൻ ഉണ്ട്. ഇപ്പൊ ടെൻഷൻ കേറിട്ട് പാല് കെട്ട് കുടിക്കുകയാണ് രണ്ടുപേരും കൂടെ. അക്ബർ വന്നിട്ട് നെവിന്റെ അടുത്ത് പറയുന്നുണ്ട്, എടാ
എടാ എടാ നാണം ഉണ്ടോടാ? കഴിഞ്ഞ ആഴ്ച ഇവളുമാരല്ലയോ നമ്മള് കിച്ചണിൽ കയറിയ സമയത്ത് നീ അതെടുത്ത് കഴിച്ചെന്നും പറഞ്ഞിട്ട് അടി ഉണ്ടാക്കി, എന്നിട്ട് ഇന്ന് ഇവൻ അവിടെ കൂട്ടി വന്നിട്ട് അടുക്കളയിൽ നിന്ന് കട്ടു തിന്നുന്നത്. എന്നിട്ട് അക്ബർ പറഞ്ഞൊരു കാര്യം, എടാ നെവിനെ, നിന്നെ പോലൊരു അവസരവാദി, നിന്ന ഘട്ടം മറുഘട്ടം ചാടുന്ന പോലെ നിന്നെ പോലുള്ളൊരു അവസരവാദി ഈ ബിഗ് ബോസിന്റെ ചരിത്രത്തില് വേറെ കണ്ടിട്ടില്ല. ഇത് കഴിഞ്ഞ് പുറത്തിരുന്നിട്ട് ആദിലയും അക്ബറും കൂടെ അനുമോളെ പറ്റിയിട്ട് കുറെ കാര്യങ്ങൾ അവരെന്തൊക്കെയോ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആസ് യൂഷ്വൽ അപരാധിക്കുകയാണ്. ആദിലയുടെ ക്യാരക്ടർ കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. അക്ബർ പിന്നെ അനുമോളെ പണ്ടേ ഇഷ്ടമല്ലാത്തതിന്റെ പേരിൽ, അക്ബറിനെ കുറെ അനുമോള് ദ്രോഹിച്ചിട്ടുള്ളതിന്റെ പേരിൽ അക്ബറിന് അങ്ങനെ പെട്ടെന്ന് അനുമോളെടുത്ത് ക്ഷമിക്കാൻ പറ്റും തോന്നുന്നില്ല. കാര്യം അക്ബറിവിടെ പറയുന്നുണ്ട് അനുമോളെ പറ്റി പുറത്ത് കുറെ ആൾക്കാർ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ വന്ന അനുമോളുടെ സംസാരവും സ്വഭാവവും കണ്ടപ്പോൾ അതൊക്കെ വളരെ കറക്റ്റ് ആണ്. അത് അനുമോളുടെ കൂട്ടുകാരികൾ തന്നെയാണ് അനുമോളെ പറ്റി പറഞ്ഞത്. അതൊക്കെ വളരെ കറക്റ്റ് ആണ് എന്നാണ് അക്ബർ പറയുന്നത്. ഇവിടെ ആദിലൊരു കാര്യം പറയുന്നുണ്ട്, അനുമോളുടെയും ആദിലയുടെ ഒപ്പീനിയൻസ് നോർത്ത് പോളും സൗത്ത് പോളും പോലാണ്, ഒരു കാലത്തും ഒന്നുകില്ല. ഒരു വൈബ് മാച്ചായതിന്റെ പേരിലാണ് അനുമോളുമായിട്ട് ഇവിടെ ഒരു കമ്പനി ആയത്. അനുമോളുടെ ഭാഗത്ത് തെറ്റ് ഉണ്ടാവുന്ന സമയത്ത് ഞങ്ങൾ അത് ചൂണ്ടിക്കാണിക്കാറുണ്ട്, അത് പറയാറുണ്ട്, പക്ഷെ കൂട്ടത്തിലോട്ട് ഇട്ട് കൊടുക്കാറില്ലെന്ന്. കൂട്ടത്തിൽ കടിച്ചു കീറാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരുടെ മുമ്പിലോട്ട് ഇട്ട് കൊടുക്കാറില്ലെന്ന്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ചെയ്ത കാര്യം അതാണ്. ഉള്ളവർ വന്ന് കുറ്റപ്പെടുത്തുമ്പോൾ അവരുടെ കൂടെ കയറി നിന്നിട്ട് ആദില പലപ്പോഴായിട്ട് അനുമോളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആദിലേക്ക് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ പറയാൻ യാതൊരു യോഗ്യതയും ഇല്ല. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് മെയിനായിട്ട് നടന്നത്. ഇങ്ങനെ പറയത്തക്ക ഭയങ്കര സംഭവങ്ങളൊന്നും ഇല്ല. ഈ അകത്തിടക്കുന്ന ചെറിയ ചെറിയ പൊട്ടലും ചീട്ടിലും ഒക്കെ പറ്റി മാറിയൊക്കെ ഇരുന്നിട്ട് ആളുകൾ കുശുകുശുക്കുന്നു. ഇതായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ. സോ എന്താണ് ഗൈസ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നമ്മൾ ഇതിന്റെ തൊട്ട് മുമ്പിട്ട ആ കാർ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തേക്കാം, കണ്ടിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ ശരി, ടാറ്റാ, ബൈ ബൈ.